വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ചന്ദ്രഹാസവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മലപ്പുറത്ത് ജനസംഖ്യ കൂടുന്നു, ആലപ്പുഴ ജില്ലയിലും മറ്റുമൊക്കെ കുറയുന്നു എന്നൊക്കെയുള്ള ചില വിവാദപരമായിട്ടുള്ള പ്രസ്താവനകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല. പുള്ളി പറഞ്ഞത് ശരിയാണ്. തിരുവിതാംകൂർ ഭാഗത്ത് ആളുകൾ കുടുംബാസൂത്രണം സ്വീകരിക്കും, അതിൻ്റെ ഫലമായിട്ട് ജനസംഖ്യ കുറയ്ക്കും. ജനസംഖ്യ കുറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞു പോയി. അതിൻ്റെ ഫലമായിട്ട് നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞു പോയി. കോട്ടയം ജില്ലയിൽ കുറഞ്ഞു, പത്തനംതിട്ട ജില്ലയിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു, ആലപ്പുഴ ജില്ലയിൽ കുറഞ്ഞു, തൃശ്ശൂർ ജില്ലയിൽ ഒന്ന് കുറഞ്ഞു. പക്ഷേ മലബാർ ജില്ലകളിൽ ആ വോട്ടർമാരുടെ എണ്ണവും കൂടി, മണ്ഡലങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. അപ്പോൾ അത് രാഷ്ട്രീയമായ ശക്തി സന്തുലനത്തിന് വലിയ വ്യത്യാസം വരുത്തി. മൂപ്പിലാൻ പറഞ്ഞത് ശരിയാണ്, പറഞ്ഞ രീതിയിൽ മാത്രമേ ചെറിയ പ്രയാസമുള്ളൂ എന്നുള്ളത് സത്യമാണ്. അപ്പം ഇങ്ങനെയുള്ള വൈകാരികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും നമുക്കറിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നുണ്ട്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ. ഇതിൻ്റെ ഒരു ഉരകല്ലായിട്ട് മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.